സ്റ്റീവ് റോജേഴ്സ് വിൽ റിട്ടേൺ ഇൻ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ. ഒരു ശരാശരി മാർവൽ ആരാധകനെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ പ്രതീക്ഷ നൽകുന്നതാണ് ഈ വാക്കുകൾ. ഒരു സിമ്പിൾ സെന്റൻസ് മാത്രമായല്ല, വർഷങ്ങളായി ആരാധിച്ചിരുന്ന ഇഷ്ടതാരത്തിന്റെ തിരിച്ചുവരവ് നൽകുന്ന ഗൂസ് ബംസ് കൂടിയായാണ് അത് മാറിയത്. 2026 ഡിസംബർ 18-ന്, അതായത് ഏകദേശം ഒരു വർഷത്തിന് ശേഷം ഇറങ്ങുന്ന സിനിമയ്ക്കായി കാത്തിരിക്കാനുള്ള പ്രതീക്ഷകളെ ഇരട്ടിയാക്കുന്ന അപ്ഡേറ്റ്. ഒഫീഷ്യലായല്ല, ലീക്ഡ് ട്രെയിലറിലൂടെയാണ് അത് ലഭിച്ചതെങ്കിലും മാർവൽ സിനിമാ പ്രേമിക്ക് അതൊരു വിരുന്ന് തന്നെയാണ് സമ്മാനിക്കുന്നത്. അല്ലെങ്കിലും സ്റ്റീവ് റോജേഴ്സ് ഇല്ലാതെ എന്ത് അവഞ്ചേഴ്സ് അല്ലേ. ഡൂംസ്ഡേയുടേതായി 4 ടീസർ ഓർ ട്രെയിലർ പുറത്തിറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ. ഒന്നിൽ സ്റ്റീവ് റോജേഴ്സ്, രണ്ടാമത്തേത് തോർ, മൂന്നാമത്തേത് വില്ലൻ ഡോക്ടർ ഡൂം, ഫൈനലി എ ലാർജർ വൺ. തിയേറ്റർ വഴിയാകും ഈ ട്രെയിലറുകളെല്ലാം എത്തുകയെന്നായിരുന്നു റൂമറുകൾ. അതിൽ തന്നെ ജെയിംസ് ക്യാമറൂണിന്റെ അവതാർ ഫയർ ആൻഡ് ആഷിനൊപ്പം ആദ്യ ട്രെയിലർ എത്തുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായി. US-ൽ അവതാറിന്റെ ആദ്യ ഷോയിൽ ഡൂംസ്ഡേയുടെ ട്രെയിലർ ഉണ്ടായെങ്കിലും ഇന്ത്യയിൽ പലയിടത്തും ട്രെയിലർ പ്രദർശിപ്പിച്ചില്ല. എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ക്രിസ് ഇവാൻസിനെ ഫീച്ചർ ചെയ്യുന്ന ആദ്യ ട്രെയിലർ ലീക്കായിരുന്നു. ഇതോടെ ആരാധകർ ആവേശത്തിലുമായി. ഒരു മോട്ടോർ സൈക്കിളിൽ വരുന്ന ക്യാപ്റ്റൻ വീട്ടിനകത്ത് കയറുന്നു, ഒരു ബോക്സിലുള്ള തന്റെ ക്യാപ്റ്റൻ അമേരിക്ക സ്യൂട്ടിലേക്ക് നോക്കുന്നു, പിന്നെ തന്റെ കുട്ടിയെ കയ്യിലെടുത്ത് താലോലിക്കുന്നു. അവസാനം സ്ലോ പേസിലുള്ള അവഞ്ചേഴ്സ് തീമിൽ സ്ക്രീനിൽ തെളിയും സ്റ്റീവ് റോജേഴ്സ് വിൽ റിട്ടേൺ ഇൻ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ.